നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രതിരോധ രംഗത്തെ ശക്തിപ്പെടുത്തുക, പുഷ്ടിപ്പെടുത്തുക, ഈ ഒരു കർത്തവ്യത്തിൽ നിന്നും നമ്മുടെ രാജ്യം ഒട്ടും പിന്നിലല്ല. നമ്മുടെ രാജ്യത്തിന്റെ പ്രതിരോധ സേനയ്ക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും പ്രതിരോധ മേഖല സജ്ജമാക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം, 50,000 കോടി രൂപ ചെലവിൽ 26 റഫാൽ യുദ്ധവിമാനം വാങ്ങാനുള്ള ഇന്ത്യൻ തീരുമാനം. ആ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ഫ്രാൻസ്. ഇന്ത്യയുടെ ടെൻഡറിന് ഫ്രാൻസ് മറുപടി നൽകിയെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. വിദേശ രാജ്യങ്ങളിലേക്ക് സൈനിക ഉപകരണങ്ങളുടെ വിൽപ്പനയും അതുപോലുള്ള കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്ന ഫ്രഞ്ച് സർക്കാരിന്റെ ഉദ്യോഗസ്ഥ സംഘം പാരീസിൽ നിന്ന് ടെൻഡർ സമർപ്പിക്കാൻ ഡൽഹിയിലെത്തിയെന്ന് പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു. കരാറുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ, വിമാനത്തിന്റെ വില തുടങ്ങിയ സുപ്രധാന വിവരങ്ങൾ ഉൾപ്പെടെ ഇന്ത്യൻ കരാറിന് കിട്ടിയ മറുപടി പ്രതിരോധ മന്ത്രാലയം വിശദമായി പഠിക്കുമെന്നും വൃത്തങ്ങൾ അറിയിച്ചിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളിലെ സർക്കാരുകൾ തമ്മിലുള്ള കരാറായതിനാൽ സർക്കാർ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. INS വിക്രാന്ത്, INS വിക്രമാദിത്യ എന്നീ വിമാനവാഹിനി കപ്പലുകൾക്കായാണ് ഫ്രാൻസിൽ നിന്ന് 26 റഫാൽ വിമാനങ്ങൾ ഇന്ത്യ വാങ്ങുന്നത്. ഇന്ത്യ ആവശ്യപ്പെട്ട എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ കഴിയുന്ന തരത്തിലാണോ ഇതിന്റെ നിർമ്മാണമെന്ന് വിശദമായി തന്നെ ഇന്ത്യ നോക്കും. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലാകും ഇത് വിന്യസിക്കുന്നത്. അതേസമയം ഈയിടയ്ക്കായിരുന്നു ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് യുദ്ധവിമാനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര നടത്തിയത്. ബംഗളൂരുവിലെ വ്യോമസേന വിമാനത്താവളത്തിൽ നിന്നായിരുന്നു യാത്ര. യാത്രയുടെ ദൃശ്യങ്ങൾ അദ്ദേഹം സമൂഹ മാധ്യമമായ എക്സിലൂടെ പങ്കുവച്ചിരുന്നു. യാത്രാനുഭവം പങ്കുവയ്ക്കാൻ സാധിക്കുന്നതിലും അപ്പുറമായിരുന്നു എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. പ്രതിരോധ നിർമ്മാണ രംഗത്തെ രാജ്യത്തെ കഴിവിലുള്ള തന്റെ വിശ്വാസം ഊട്ടി ഉറപ്പിക്കുന്നതായിരുന്നു സംഭവമെന്നും പ്രധാനമന്ത്രി എക്സിലൂടെ അറിയിച്ചു. രാജ്യത്തിന്റെ പര്യാപ്തതയിൽ അഭിമാനം പകരുന്നതായിരുന്നു യാത്രയെന്നും അദ്ദേഹം വ്യക്തമാക്കി. തേജസ് നിർമ്മിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ആണ്. 2001 മുതൽ ഇതുവരെ 50-ലധികം തേജസ് യുദ്ധവിമാനങ്ങൾ HAL വ്യോമസേനയ്ക്കായി നിർമ്മിച്ചു നൽകി. 97 പുതിയ തേജസ് വിമാനങ്ങൾക്ക് നിർമ്മിച്ചു നൽകാൻ വ്യോമസേന HAL-നോട് സെപ്റ്റംബറിൽ നിർദ്ദേശം നൽകി. ഓസ്ട്രേലിയ, അർജന്റീന, ശ്രീലങ്ക, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളും തേജസ് വാങ്ങാൻ താല്പര്യം അറിയിച്ചിരുന്നു. കോടിക്കണക്കിന് വരുന്ന ഇന്ത്യക്കാരുടെ ശരീരത്തിൽ ഒരു പോറൽ പോലും വരാതെ നമ്മെ കാക്കുന്നവരാണ് നമ്മുടെ വ്യോമസേന. വ്യോമസേനയുടെ അതിർത്തിയിലെ വലയം ഭേദിച്ച് ശത്രുക്കൾക്ക് രാജ്യത്തിനകത്തേക്ക് പ്രവേശിക്കുക അസാധ്യമാണ്. അതിർത്തി കടന്ന ഉടൻ അവയെ ചാരമാക്കാനുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഫൈറ്റർ വിമാനങ്ങളും ഒക്കെ നമുക്ക് സ്വന്തമായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.